ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ 49 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ചില പുസ്തകങ്ങളിലെ ശ്ലോക നമ്പർ വ്യത്യാസമുണ്ടാകാം, അത് സാരമില്ല, ശ്ലോകങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ശ്ലോകം പാരായണം ചെയ്യാം. ശരി. 50-ാമത്തെ ശ്ലോകം. വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സുരൂപിണി ജാതാഹം യുവതി സമ്യക് പ്രേഷ്ടരൂപാതു സംപ്രദം. ഇതാ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഭക്തി കഥ പറയുകയാണ് നാരദ മഹർഷിയോട്. വൃന്ദാവനത്തിലെത്തി, വളരെ കഷ്ടപ്പെട്ട് വൃന്ദാവനത്തിലെത്തി. അവിടെ എത്തിയപ്പോ ഭക്തി എങ്ങനെയായിരിക്കുന്നു? സ്വരൂപിണി നവീനായിവ, സുന്ദരിയായിരിക്കുന്നു. ഒരു പുതിയ ദേഹം സ്വീകരിച്ചതുപോലെ ഉണ്ടായതുപോലെ ഭക്തി യൗവനയുക്തയായിരിക്കുന്നു, നല്ല കുലീനയായിരിക്കുന്നു ഭക്തി. പക്ഷേ സുതന്മാരോ? അടുത്ത ശ്ലോകം നോക്കൂ. ഇമൗതു ശൈതാവത്ര സുതൗ മേ ക്ലിശ്യത ശ്രമാദ് ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ. ഇമൗ, ഇവർ രണ്ടുപേരും അത്ര, ഇവിടെ തന്നെ ഇതാ വീണ് കിടക്കുകയാണ്. ക്ലിശ്യതഃ ശ്രമാത്, ഞാൻ അവരെ എത്ര കണ്ട് ഉണർത്തുവാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർ ക്ലേശം നിമിത്തം അങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പോ ഞാൻ വിചാരിക്കുകയാണ്, ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ, ഇവിടെ നിന്ന് ഈ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് വേറൊരു ദിക്കിലേക്ക് പോകാം എന്ന് ചിന്തിക്കുകയാണ് ഈ പുത്രന്മാരോടൊപ്പം. 52. ജരഠത്വം സമായാതോ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാത് സുതോ വൃദ്ധാ വിമൗകുതഃ. അപ്പോഴേക്കും പുത്രന്മാർക്ക് ജരഠത്വം, ജീർണിച്ച അവസ്ഥയിലെ വൃദ്ധാവസ്ഥയിലേക്ക് അവര് പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ദുഃഖം കൊണ്ട് ഞാൻ വളരെ ദുഃഖിക്കുന്നു. എനിക്ക് ഈ ദുഃഖം സഹിക്കുവാൻ സാധിക്കുന്നില്ല. അതാണ്, ഇത് എങ്ങനെ സംഭവിച്ചു? കസ്മാത്, എപ്രകാരത്തിൽ ഇങ്ങനെ ഉണ്ടായി വന്നു? ഈ അമ്മ തരുണിയായിരിക്കുന്നു, ഭക്തി തരുണിയായിരിക്കുന്നു. സുതൗ വൃദ്ധൗ ഇമൗ കുതഃ, ഇവർ രണ്ടുപേരും വൃദ്ധന്മാര്, പുത്രന്മാര്. അങ്ങനെ ഒരു ആശ്ചര്യം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഭക്തി ദുഃഖിക്കുകയാണ്. അടുത്ത ശ്ലോകം വായിക്കാം. ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതസ്ഥിതം ഘടതി ജരഠാ മാതാ തരുണൗ തനയാ വിധി. ഞങ്ങള് 3 പേരും ഒരേ സ്വരൂപമാണ്, ഭിന്ന ശരീരമല്ല. പക്ഷേ ഈ ഒരു വിപരീതാവസ്ഥ എപ്രകാരമാണ് സംജാതമായത്? ഘടതേ ജരഠാമാത, സാധാരണ ഈ അമ്മ വൃദ്ധയും മക്കള് യൗവനയുക്തരുമാകുകയല്ലേ നിയമം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയാണ്. അതശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസാ വദയോഗനിധേ ധീമൻ കാരണം ഛാത്ര കിം ഭവേത്. അതുകൊണ്ട് ഞാൻ ഇതാ വളരെയധികം ദുഃഖിക്കുന്നു മഹർഷേ. വിസ്മയാവിഷ്ടമാനസ, വല്ലാത്തൊരാശ്ചര്യം എൻ്റെ മനസ്സിൽ പ്രവേശിച്ചിരിക്കുന്നു. ഹേ ധീമൻ, അങ്ങ് ബുദ്ധിമാനാണല്ലോ. ഹേ യോഗനിധേ, അങ്ങ് യോഗീവര്യനാണല്ലോ. അങ്ങ് അത്ര കാരണം, ഇതിനുള്ള, ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായതിനുള്ള കാരണം വദ, പറഞ്ഞു തന്നാലും എന്ന് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് ഭക്തി. നാരദ മഹർഷി അതിൻ്റെ ഒരു മറുപടി പറയും. അതാണ് അടുത്ത ശ്ലോകത്തില്.
നാരദ ഉവാച. നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു. ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശം തേ കരിഷ്യതി. ഞാൻ ഹേ അനഘേ, പാപമില്ലാത്തവളായ ഹേ സ്വരൂപിണി, ത്വയാ നിന്നാൽ വിഷാദഃ ന കാര്യഃ, ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല, വിഷമിക്കാതിരിക്കൂ എന്ന് നാം പറയുമല്ലോ. എന്തുകൊണ്ട്? ഹരിഹി, ശ്രീഹരി, സാക്ഷാത് ശ്രീഹരി. ആരാ ഹരി? ഹരതി പാപാനി യതി ഹരിഹി. ആരെ ശരണം പ്രാപിച്ചാൽ പാപങ്ങള് ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് പാപം ചെയ്തിട്ട് വീണ്ടും ശരണം പ്രാപിക്കുക എന്ന അർത്ഥമില്ല. അതിനുചിതമായ കഥ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെയുണ്ട്. അത് ചെയ്യാൻ പാടില്ല. വാസനകള് ഒഴിഞ്ഞു പോകും. അങ്ങനെയുള്ള ഭഗവാൻ തേ ശം കരിഷ്യതി, നിനക്ക് തീർച്ചയായും ദുഃഖത്തെ, ശം മംഗളത്തെ ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാ പറയുന്നത്. സൂത ഉവാച. ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂചേ മുനീശ്വരഃ. ക്ഷണമാത്രം കൊണ്ട്, പറഞ്ഞുവല്ലോ നേരത്തെ തന്നെ, ജ്ഞാനേന ആത്മനി പശ്യാമി, ഞാൻ ഒരു നിമിഷം ചിന്തിച്ചപ്പോ എന്റെ ബുദ്ധിയിൽ ഇങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു. ഇതാ പറയുന്നത്. ക്ഷണമാത്രം കൊണ്ട് ആ ജ്ഞാനദൃഷ്ടിയില് ആ യോഗി വര്യൻ കണ്ടു. അത് പറയാണ്, മഹർഷി പറയാണ്, ഇപ്രകാരം പറയാണ്. നാരദ ഉവാച. ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണ കലിഹി തേന ലുപ്ത സദാചാരോ യോഗമാർഗസ്തപംസി ച. നാരദ മഹർഷിയും ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ കലിബാധയെ കണ്ടുകൊണ്ടുവരികയായിരുന്നുവല്ലോ. അപ്പൊ അത് പറയാണ്, ഹേ ബാലേ, അല്ലയോ കുഞ്ഞേ, നമ്മൾ വിളിക്കുമല്ലോ അങ്ങനെ വാത്സല്യത്തോടുകൂടി, ഹേ ബാലേ. ശൃണുഷ്വ, കേട്ടാലും. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടുകൂടി കേട്ടാലും. അയം ദാരുണഃ കലിഹി യുഗഃ, ഇത് ദാരുണമായ, ഭയങ്കരമായ, ദീനമായ കലിയുഗമാണ്. തേന, അതിനാൽ, സദാചാരഃ, സദാചാരവും, യോഗമാർഗഃ, യോഗമാർഗവും, തപാംസി, തപസ്സുകളും, ലുപ്തഃ, നശിച്ചു പോയിരിക്കുന്നു. പിന്നെ എങ്ങനെയായിരിക്കുന്നു ജനങ്ങള്? അതാണ് അടുത്ത ശ്ലോകം. വായിക്കട്ടെ. ജനാ അഘാസുരായന്തേ ശാഠ്യദുഷ്കർമ്മകാരിണഃ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവഃ ധത്തെ ധൈര്യം ത്വയോ ധീമാൻ സധീര പണ്ഡിതോധവ. ഇവിടെ ചില പുസ്തകത്തില് 3 ശ്ലോകങ്ങളായിട്ട് കൊടുത്തിരിക്കും, ചിലതിൽ 2 ഉണ്ടാവുള്ളൂ. അതൊന്നും വിഷയമല്ല, ശ്രദ്ധിച്ചു വായിക്കുക. 3 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അവസാനത്തെ ശ്ലോകം 2ാമത്തെ ശ്ലോകം പോലെ വായിക്കുക. ഇപ്പോ ജനങ്ങൾ എങ്ങനെയായിരിക്കുന്നു? ജനാഹ, അദ്യ എന്നുമുണ്ട്, അഘ അങ്ങനെയുമുണ്ട്. അദ്യ എന്നാണെങ്കിൽ ഇപ്പോൾ ആയിത്തീർന്നിരിക്കുന്നു. അഘ എന്നാണെങ്കിലോ പാപം നിമിത്തം ആയിത്തീർന്നിരിക്കുന്നു. അങ്ങനെ ജനങ്ങള് ആസുരീ ഭാവത്തിലായിരിക്കുന്നു. ശാഠ്യ ദുഷ്കർമ്മകാരിണഃ, അവര് വഞ്ചനയും ദുഷ്കർമ്മങ്ങളും കള്ളവും മാത്രം കൈമുതലായിട്ടുള്ളവരായിരിക്കുന്നു. അതുകൊണ്ട് സന്തഹ വിഷീദന്തി, സജ്ജനങ്ങൾ ഒരുപക്ഷെ ദുഃഖിക്കുന്നു, ദുർജനങ്ങൾ വളരുന്നു. കലികാലത്ത് സത്യം അറിയുന്നില്ല, ധർമ്മം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രഹൃഷ്യന്തി ഹ്യസാധവഃ, സാധുക്കളല്ലാത്തവര്, അതായത് ദുർജനങ്ങള് സന്തോഷിക്കുന്നു, ഉള്ളില് സന്തോഷിക്കുന്നു. അതാണ്, ഉള്ളില് അവര് സന്തോഷിക്കുന്നു. ഇനി ധതേ ധൈര്യം തുയോ ധീമാൻ, യാതൊരു ബുദ്ധിമാൻ ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നുവോ,
ഇതൊക്കെ വിചിന്തനം ചെയ്തിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സത്യത്തെ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നുവോ അവൻ സധീര പണ്ഡിതോധവ, അവനെ ധീരനെന്നോ പണ്ഡിതനെന്നോ ഒക്കെ പറയാം. ആരാധീരൻ? ധിയം വിഷയേഭ്യാരാധി ഇതി ധീരഹ എന്നാണ് പറഞ്ഞു തരുന്നത് ആചാര്യന്മാര്. ചില വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് നേർബുദ്ധിയില്, ലക്ഷ്യബോധം വന്ന ബുദ്ധിയില് ഉറപ്പിച്ചു നിർത്തി ഭഗവാനിലേക്ക് ചരിക്കുന്നവൻ. ഇങ്ങനെ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും, ധർമ്മച്യുതി ഉണ്ടായാലും അതിൽ മനസ്സ് വയ്ക്കാതെ ആ ധൈര്യമാർഗത്തെ, ധീരമായ മാർഗത്തെ, സത്യമാർഗത്തെ അവലംബിക്കുന്നവൻ. അടുത്ത ശ്ലോകം വായിക്കാം. അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാജ്ജാത മംഗളം നാഭിദൃശ്യതേ. ഈ ഭൂമി അസ്പൃശ്യ, സ്പർശിക്കാൻ അയോഗ്യയായി തീർന്നിരിക്കുന്നു. അനവലോക്യ, കാണാൻ പോലും ഭൂമി വല്ലാതെ ആയിത്തിരിക്കുന്നു. പ്രപഞ്ചം എത്ര ഭംഗിയുള്ളതാണ്. പക്ഷെ കലിബാധയുടെ സമയത്ത് പറയാണ്, അങ്ങോട്ട് നോക്കാൻ സാധിക്കുന്നില്ല എന്ന് നാം തന്നെ പറയാറുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഓരോ സമയത്തും ദുഷിച്ചു വരുന്നതിനാൽ വർഷേ വർഷേ ക്രമാജ്ജാത, ഓരോ ദിക്കിലും ഇങ്ങനെ വർത്തിച്ചു വരുന്നു, അധർമ്മം പെരുകി വരുന്നു. മംഗളം നാഭിദൃശ്യതേ, ഒരു ദിക്കിലും മംഗളം കാണുന്നില്ല. ശേഷഭാരകരീധര, ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നു ഭൂമി. അപ്പോ ആദിശേഷന് ഭൂമി ഭാരമായിരിക്കുന്നു എന്നാണ് വർണ്ണിക്കുന്നത്. അതായത് എന്താ പറയാ, ആദിശേഷന്റെ ശിരസില് ഭൂമി കടുകുമണി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ദുർജനങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയില്, കലിദോഷം ഒഴിയാതിരിക്കുന്ന ഈ ഒരു അവസ്ഥയില് ഭൂമിക്ക് ഭാരമേറിയിരിക്കുന്നു. ഭൂമിയെ ധരിക്കുവാൻ സാധിക്കുന്നില്ല. അടുത്ത ശ്ലോകം വായിക്കാം. നത്വാമപി സുതൈ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈർ ജർജരത്വേന സംസ്ഥിതാ. സുതൈഹി സാകം, പുത്രന്മാരോടുകൂടി, ത്വാമപി നിന്നെയും, സാമ്പ്രതം കഹ അപി ന പശ്യതി, ഇപ്പോൾ ആരും തന്നെ നോക്കുന്നില്ല. അതായത് പുത്രന്മാരോടുകൂടി പറഞ്ഞാൽ പുത്രന്മാരെ പറഞ്ഞു, പേരുകൾ പറഞ്ഞു, ജ്ഞാനവും വൈരാഗ്യവും. ഈ ജ്ഞാന വൈരാഗ്യങ്ങളോട് കൂടിയ ഭക്തിയെ ഇപ്പോ ആരും നോക്കുന്നില്ല. അനുരാഗാന്ധൈഹി, പിന്നെ ജനങ്ങൾ എങ്ങനെയായി തീർന്നിരിക്കുന്നു? അവർക്ക് വിഷയങ്ങളോട് വല്ലാത്ത ആസക്തി, ധനമോഹം, ലോഭം ഇതുണ്ടായി വന്നിരിക്കുന്നു. അങ്ങനെ അവര് അന്ധന്മാരായിരിക്കുന്നു വിഷയാസക്തി നിമിത്തം. ഉപേക്ഷിത, നിങ്ങളെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ഓരോരുത്തരും ഇങ്ങനെ വിഷയാസക്തി നിമിത്തം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജർജരത്വേന സംസ്ഥിത, നിങ്ങൾ ജീർണരായിരിക്കുന്നു എന്ന് പറയാണ്. ഇനി എങ്ങനെയാണ് ഇതാ ഭക്തിക്ക് ഒരല്പം ഉണർവ് കിട്ടിയത്? വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീ നവാ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച. വൃന്ദാവനസ്യ സംയോഗാത്, വൃന്ദാവനത്തിനോടുള്ള ചേർച്ച, വൃന്ദാവനത്തിലെത്തിയപ്പോ ത്വം പുനഃ നവാ തരുണീ ജാത, നീ അതാ ഒരു പുതു യുവതിയായി തീർന്നിരിക്കുന്നു. വൃന്ദാവനത്തില് കണ്ണൻ കളിച്ചു നടന്ന വൃന്ദാവനത്തില്, ഗോപാംഗനമാരുടെ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന വൃന്ദാവനത്തില് ആ ഭക്തിക്കൊരു ഉണർവുണ്ടായിരിക്കുന്നു. തേന വൃന്ദാവനം ധന്യം, അതുകൊണ്ട് വൃന്ദാവനം ധന്യമായിരിക്കുന്നു. യത്ര ഭക്തി നൃത്യതി, യാതൊരിടത്താണ് ഭക്തി നൃത്തം ചെയ്യുന്നത്. അതുകൊണ്ട് പറയും
സ്വർഗസ്ഥാനത്തേക്കാൾ സത്യലോകം ശ്രേഷ്ഠമാണ്. സത്യലോകത്തെക്കാളും വൈകുണ്ഠം ശ്രേഷ്ഠമാണ്. വൈകുണ്ഠത്തെക്കാളും വൃന്ദാവനം ശ്രേഷ്ഠമാണ് എന്നാണ്. അപ്പോ ഏതൊരു ദിക്കില് ഈ ഭക്തി നൃത്തം ചെയ്യുന്നു, അതുകൊണ്ട് വൃന്ദാവനം ശ്രേഷ്ഠമായിരിക്കും. ഒരു ശ്ലോകം കൂടി വായിക്കാം. അത്രേമോ ഗ്രാഹകാഭാവാത് ന ജരാമപി മുഞ്ചതഃ കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേനയോഃ. പക്ഷേ അത്ര ഇവിടെയും ഗ്രാഹകാഭാവാത് സ്വീകരിക്കാൻ ആളില്ലായകയാൽ ഇമൗ ഇവർ രണ്ടു പുത്രന്മാരും ജരാമപി ന മുഞ്ചതഃ ജരയെ ഉപേക്ഷിക്കുന്നില്ല, വാർദ്ധക്യത്തെ ഉപേക്ഷിക്കുന്നില്ല. അനയോഹോ ഇവർക്ക് ഇഹ കിഞ്ചിത് ആത്മസുഖേന അല്പം ആത്മസുഖമുള്ളത് കൊണ്ട് പ്രസുപ്തിഹി മന്യതേ സുഖമായിട്ട് സുഖനിദ്ര കിട്ടി അവര് ഉറങ്ങുകയാണ്. അല്പം സുഖം കിട്ടിയിരിക്കുന്നു, പക്ഷെ വൃന്ദാവനത്തിൽ എത്തിയപ്പോ അവരിവിടെ വീണ് ഉറങ്ങുകയാണ്, അല്ലാതെ അവരെ ഉണർത്താൻ സാധിക്കുന്നില്ല. അത് ഇതുകൊണ്ടാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു നിർത്തുകയാണ് ഭക്തിയോട്. അപ്പോ ഭക്തി അദ്ദേഹത്തോട് വീണ്ടും സംശയം ചോദിക്കുന്നതാണ് ഇനി വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.